السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. عن سعيد بن عصام മഹാനവറുകൾ പറയുന്നു قال سمعت مالك بن دينار رضي الله عنه. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. യഖൂലു കാനൽ അബ്റാർ, ഗുണവാന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ ആയിരുന്നു. യതവാസൗന ബിസ്സലാസ്, അവർ പരസ്പരം കണ്ടാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യും. മൂന്ന് കാര്യങ്ങൾ അവർ പറയും. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് ബിസ്ജിനിൽ ലിസാൻ, നാവിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. നാവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതു മാത്രം സംസാരിക്കുക. നാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. രണ്ടവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പു തന്നാൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അതിലൊന്ന് നാവാണ്. നാവിനെ നന്നായി സൂക്ഷിക്കണം. ഒരാളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്നതും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും അവന്റെ നാവാണ്. അപ്പൊ നാവിനെ അറസ്റ്റ് ചെയ്യുക, നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ അതിനെ സൂക്ഷിക്കുക. ഈബത്ത്, നമീമത്ത്, കളവ്, ഇതൊക്കെ സൂക്ഷിച്ച് നാവ് കൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുക. മഹാന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വകസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ ധാരാളം ചെല്ലുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ പല നേട്ടങ്ങളും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ വൽ ഉസ്ല, ഏകാന്തത എന്ന് പറഞ്ഞാൽ ദുന്യാവിനോടുള്ള മഹബത്ത് ഒഴിവാക്കി ദുന്യാവിന്റെ പിന്നാലെ നടക്കാതെ ഒരു ഏകാന്തത, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ഒരു ജീവിതം, അള്ളാഹ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം, ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ മതിമറക്കാതെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് നാളെ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന ചിന്തയോടുകൂടെ ഏകാന്തത. അതാണ് ഏകാന്തത എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ പാടെ ഒഴിവാക്കി ജീവിക്കുക. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മഹാന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്തിരുന്നു എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാളെ ആഖിറം രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.